എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരത്തിൽ സാഹോദര്യത്തിൻ്റെ ഒത്തൊരുമയുടെ ഏകലക്ഷ്യത്തിൻ്റെ മാർഗത്തിലാണ് നമ്മൾ എത്തിക്കാൻ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് വാക്ക് ബാബാസാഹേബ് അംബേദ്കർ പറഞ്ഞതാണ്. അതിപ്രകാരമാണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളത് നേടിയിരിക്കും. അതിൽ എന്ത് പ്രതിബന്ധമുണ്ടായാലും നേടിയിരിക്കും. ആ വാക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വാക്കാണ്. ഈ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ബസ്സിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് ബാബയുടെ ഒരു വായന കിട്ടിയപ്പോൾ അതിൽ നിന്ന് ലഭിച്ച ഒരു അറിവാണ്. ആ അറിവിൻ്റെ നമ്മുടെ ലക്ഷ്യം എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ അറിവിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഒരു നിസ്സാര ലക്ഷ്യമല്ല. ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിത പ്രശ്നമായിട്ട് നാം സ്വീകരിക്കണം. അതിന് 1950 സിഡോണിൽ പ്രസംഗിച്ച ബാബയുടെ ഒരു വാക്കുകളുണ്ട്. അത് പ്രകാരം പറയുന്നത്, നിങ്ങളുടെ ജീവിതം സുഖമായി കൊണ്ടുപോകാനാണ് ആദ്യം ബുദ്ധമതം സ്വീകരിക്കുക എന്നുള്ളത്. അത് എപ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഒരു ബുദ്ധമതത്തിലേക്ക് വരുമ്പോൾ അത് ബുദ്ധമത ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്നാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടതാണ് ബാബ പറയുന്നത്. അത് പ്രകാരം പറഞ്ഞത്, നിങ്ങൾ ആദ്യം നമ്മുടെ അഷ്ടാംഗ മാർഗത്തിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ സംരംഭം, നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ വിമോചന പ്രക്രിയ നാം വിജയകരമാക്കുന്നതിന് നാം പാലിക്കേണ്ടതായ കർമ്മമെന്ന് പറഞ്ഞാൽ അത് അഷ്ടാംഗമാർഗം മാത്രമാണ്. അഷ്ടാംഗമാർഗം അധിഷ്ഠിതമായി നാം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്താണ് ലക്ഷ്യം വെച്ചത് അതിൽ അവസാനിച്ച് അതിൽ നമ്മൾ പങ്കുചേരുമെന്ന് അതിൽ വിജയിക്കുമെന്നാണ് എനിക്ക് ഈ അവസരം ബോധ്യപ്പെടുത്താനും ഓർമ്മിപ്പിക്കുവാനും ഉള്ളത്. നമ്മുടെ കൂട്ടായ ശ്രമം ഈ മോചനത്തിന് വേണ്ടി, ഈ മോചനം നേടുന്നതിന് വേണ്ടിയുള്ള ഒരു മഹാവിപത്തായി നിൽക്കുന്ന ചില കുശിത കുട്ടികളുടെ പ്രവർത്തികളിൽ നിന്നും നമുക്ക് ബോധിപ്പിക്കേണ്ടതായുണ്ട്. അതിന് നമ്മുടെ രീതികളായ അഷ്ടാംഗ മാർഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തന രീതികളും ജീവിത രീതികളും കൊണ്ട് അതിനെ നേരിടണമെന്നും അതിൽ നേരിട്ട് കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ ആവശ്യം, നമ്മുടെ വിനയപൂർവ്വ ചെറിയ